SFI പ്രഖ്യാപിച്ച മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് ഇന്ന് നടക്കും. സർക്കാരിനെ സമ്മർദ്ദത്തിലായി സമരം കടുപ്പിക്കാനാണ് സമസ്തയുടെയും നീക്കം. മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് സമസ്തയുടെ സമരപ്രഖ്യാപനം. +1 ക്ലാസുകൾ ആരംഭിക്കുന്ന ഇന്ന് ആഞ്ഞടിക്കുന്ന പ്രതിഷേധത്തിനാണ് വിദ്യാർത്ഥി സംഘടനകൾ ഒരുങ്ങുന്നത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കി SFI പ്രഖ്യാപിച്ച മലപ്പുറം കളക്ടറേറ്റ് മാർച്ച് രാവിലെ 10 മണിക്ക് നടക്കും. SFIയുടെ മാർച്ച് സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് സമസ്തയുടെയും സമര പ്രഖ്യാപനം. വ്യത്യസ്ത സമര രീതികളിലൂടെ പ്രതിഷേധങ്ങൾ കനപ്പിക്കാനാണ് സമസ്തയുടെ പിന്തുണയോടെ മലപ്പുറം പ്രസ് ക്ലബ്ബിൽ ചേർന്ന മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ തീരുമാനം. ക്ലാസ് ആരംഭിക്കുന്ന ഇന്ന് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിദ്യാലയങ്ങൾക്ക് മുമ്പിൽ പ്ലക്കാർഡുകളുമായി അണിനിരത്തുമെന്നാണ് സമിതിയുടെ സമര പ്രഖ്യാപനം. കൂടുതൽ A+ നേടിയ മലപ്പുറം ജില്ലയിൽ അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളോ ലഭിക്കാത്ത സാഹചര്യമാണ് പലപ്പോഴുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഗവൺമെന്റ് നൽകണമെന്നാണ് സമര സമിതിയുടെ അഭ്യർത്ഥനയും ആവശ്യവും അതാണ്. അതിനുവേണ്ടി ഏതറ്റം വരെ സമരം നടത്താനും സമരസമിതി മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരം കാണാതെ ക്ലാസുകൾ ആരംഭിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ കനക്കും. MSF പ്രവർത്തകരുടെ മലപ്പുറം RDD ഓഫീസ് ഉപരോധ സമരം ഇന്നും തുടരും. നിയോജക മണ്ഡല തലത്തിലും MSF പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ യൂത്ത് ലീഗ് നിയമസഭയിലേക്കും ഫ്രറ്റേണിറ്റി മലപ്പുറം കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തും. 27-ന് KSUവും മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകളുമായി നാളെ തിരുവനന്തപുരത്ത് വെച്ച് വിദ്യാഭ്യാസ മന്ത്രി നടത്തുന്ന ചർച്ചയും നിർണായകമാകും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. SFIയും സമരം ഏറ്റെടുക്കുകയാണ്. സമസ്തയും സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചാണ് സമസ്തയുടെ സമരപ്രഖ്യാപനം. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. +1 ക്ലാസ് ഇന്നിപ്പോൾ തുടങ്ങും. അപ്പോൾ പല കുട്ടികൾക്കും ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. നമ്മുടെ കണക്കെടുത്ത് നോക്കിയാൽ പോലും 4 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്ന് ആരംഭിക്കുന്ന +1 ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്ന അവസ്ഥയാണ്. അവരുടെ വിഷമം നമ്മൾ മനസ്സിലാക്കുന്നു. ഈ വിഷമം കൂടി തിരിച്ചറിഞ്ഞിട്ടാണോ SFIയും ഇപ്പോൾ സമരത്തിനിറങ്ങുന്നത്? ഒപ്പം തന്നെ സമസ്ത വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ പേരിലുള്ള ഒരു പ്രതിഷേധവും ഇന്ന് സംഘടിപ്പിക്കുന്നത്. പ്രതിഷേധം കടുക്കുമോ? അരുൺ, ഇന്ന് +1 ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ ഇല്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ മലപ്പുറം ഇന്ന് സാക്ഷിയാകാൻ പോകുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രി മാത്രം കൂടുതൽ സംഘടനകൾ ഇതുപോലെ പ്രത്യക്ഷ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഇന്നൊരു ദിവസം മലപ്പുറം പൂർണ്ണമായും ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോക്ക്. ഇന്ന് രാവിലെ 9:00 തന്നെ കഴിഞ്ഞ 4 ദിവസമായി മലപ്പുറം ജില്ലാ MSF കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രതിഷേധമുണ്ട്. RDD ഓഫീസ് പൂട്ടിയിട്ടുകൊണ്ടുള്ള സമരം അതായിരിക്കും ഇന്ന് ആദ്യം നടക്കാൻ പോകുന്നത്. 5ാമത്തെ ദിവസമാണ്, തുടർച്ചയായ 5ാമത്തെ പ്രവൃത്തി ദിവസമാണ് MSF പ്രവർത്തകർ ഇതുപോലെ RDD ഓഫീസ് പൂട്ടിയിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുന്നത്. തൊട്ടു പിന്നാലെ തന്നെ 10 മണിക്ക് മലപ്പുറം കളക്ടറേറ്റിലേക്ക് SFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ അനുകൂല വിദ്യാർത്ഥി സംഘടന തന്നെ സർക്കാരിനെതിരെ പ്രത്യക്ഷമായി പരസ്യമായിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിഷേധമായി രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് SFIയുടെ സമര പ്രഖ്യാപനത്തിന് പിന്നാലെ നാളെ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്താൻ വിദ്യാഭ്യാസ മന്ത്രി തയ്യാറായിരിക്കുന്നതും നാളെ അതിന് ചർച്ച നടക്കാനും പോവുകയാണ്. ആ ചർച്ച വലിയ തോതിൽ നിർണായകമാകും. എന്തായിരിക്കും ആ ചർച്ചയിൽ തീരുമാനം എന്നതുകൂടി ഭാവിയിലെ പ്രതിഷേധങ്ങളെയും വലിയ തോതിൽ സ്വാധീനിക്കും. അങ്ങനെ 10 മണിക്ക് കളക്ടറേറ്റിലേക്ക് SFIയുടെ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. വലിയ തോതിൽ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് SFI ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനുശേഷം ദേശീയപാത പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുമെന്ന്, അഥവാ സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അണിനിരത്തിക്കൊണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാത ഉപരോധിക്കുമെന്നാണ് ഇപ്പോൾ ഫ്രറ്റേണിറ്റിയുടെ പ്രവർത്തകർ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിയോജകമണ്ഡലം അടിസ്ഥാനത്തിൽ MSFന്റെ വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ റാലികളുണ്ട്. അതിനോടൊപ്പമാണ് ഇപ്പോൾ സമസ്ത കൂടി ശക്തമായ പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത്. സമസ്ത ഇന്നലെ പുതിയൊരു സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. മലപ്പുറം വിദ്യാഭ്യാസ സംരക്ഷണ സമിതി എന്ന പേരിലാണ് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിലൊരു സമിതി വിളിച്ചു ചേർത്ത് സമര പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അവരുടെ തീരുമാനം അനുസരിച്ചുകൊണ്ട് ഇന്ന് സീറ്റുകൾ ലഭിക്കാത്ത കുട്ടികളെ ഇന്ന് ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ആ സ്കൂളുകൾക്ക് അവർ അലോട്ട്മെന്റിന് നൽകിയ, അവർ അപേക്ഷ നൽകിയ സ്കൂളുകൾക്ക് മുമ്പിൽ ആ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അണിനിരത്തിക്കൊണ്ട് പ്ലക്കാർഡുകൾ എത്തിയുള്ള പ്രതിഷേധത്തിനാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസം കളക്ടറേറ്റ് മാർച്ചുകൾ, സെക്രട്ടേറിയറ്റ് മാർച്ചുകൾ, മുഖ്യമന്ത്രിക്ക് ഭീമ അർജി നൽകൽ, പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഘുലേഖ നൽകൽ, വലിയ തോതിൽ ഒപ്പ് ശേഖരണം ഉൾപ്പെടെയുള്ള വലിയ സമരം, തുടർച്ചയായ സമര രീതികൾ തന്നെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും മലപ്പുറം ഇന്ന് വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് സാക്ഷിയാവാൻ പോകുന്നത്. നാളെ
തിരുവനന്തപുരം നിയമസഭയിലേക്ക് ഇത്തരത്തിൽ യൂത്ത് ലീഗിന്റെ മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ മാർച്ചിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ പ്രതിഷേധം മുസ്ലിം ലീഗ് ഏറ്റെടുക്കും എന്നാണ് ഇന്നലെ PM സലാമും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 27-ന് മലപ്പുറം കളക്ടറേറ്റിലേക്ക് KSUവിന്റെ വിദ്യാർത്ഥി ലഹളയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ തുടർച്ചയായുള്ള സമര പ്രഖ്യാപനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിഷേധങ്ങളെയൊക്കെ എല്ലാ വിഷയങ്ങളിലും A+ നേടിയിട്ട് പോലും 3ാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പ്രതിഷേധങ്ങളൊക്കെ ഇനി സർക്കാർ എങ്ങനെ മറികടക്കുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഓക്കെ അഷ്കർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മലപ്പുറത്ത് ഇന്നിപ്പോൾ പ്രതിഷേധാഗ്നിയാണ്. SFI കൂടി സമരം ഏറ്റെടുക്കുന്നു. SFI എല്ലാ തവണയും ഏറ്റെടുക്കുന്ന സമരം പോലെ തന്നെ ശക്തമായ ഒരു സമരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. MSFും ഒപ്പം തന്നെ KSUവും സമരാഗ്നിയിലുണ്ട്. സമസ്ത കൂടി വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുമായിട്ട് രംഗത്തിറങ്ങുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിദ്യാഭ്യാസ സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ടാണ് സമസ്തയുടെയും സമരപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടേ മതിയാവൂ. ഒന്നുകിൽ ഈ 25,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ, അതൊരു 15,000-ഓളം ഉണ്ടെന്ന് കരുതുക, അൺഎയ്ഡഡ് സീറ്റുകൾ കൂടി കണക്കിലെടുത്താൽ അത്രയും വിദ്യാർത്ഥികളുടെ ഭാവി ശോഭനമാക്കണം. അവർക്കൊരു ദിവസം പോലും ഇനി ക്ലാസ് നഷ്ടപ്പെടാത്ത സാഹചര്യം ഉണ്ടാക്കണം. അടിയന്തരമായി വിദ്യാഭ്യാസ വകുപ്പ് ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. ഒന്നുകിൽ അഡീഷണൽ ആയിട്ടുള്ള ബാച്ചുകൾ അനുവദിക്കുക, ഇല്ലെങ്കിൽ തെക്കൻ കേരളത്തിലുള്ള എക്സ്ട്രാ ബാച്ചുകൾ തൽക്കാലത്തേക്ക് മലപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അടിയന്തരമായി സർക്കാർ ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമാണ്. ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ കണ്ണീർ, അവരുടെ രക്ഷിതാക്കളുടെ ബുദ്ധിമുട്ട് ഇത് സർക്കാർ കണ്ടില്ലെന്ന് നടിക്കാൻ പാടില്ല. ഫുൾ A+ വാങ്ങിയ കുട്ടികളുണ്ട്, 9 A+ഉം ഒരു Aയും വാങ്ങിയ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ 3ാം ഘട്ട അലോട്ട്മെന്റിന് ശേഷവും പുറത്തു നിൽക്കേണ്ടി വരുമ്പോൾ രക്ഷിതാക്കളുടെ മുൻപിലേക്ക് നോക്കുമ്പോൾ അവർ നിസ്സഹായരാണ്. അവരിൽ പലർക്കും വേണ്ടത്ര സാമ്പത്തിക ശേഷിയില്ല അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കാൻ. സർക്കാർ ഇത് മനസ്സിലാക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ.